ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് കാവുകൾ. സംരക്ഷിക്കപ്പെടേണ്ട നാട്ടുനന്മകളിൽ ഒന്ന്. പുതിയത് തേടിയുള്ള പരക്കം പാച്ചിലിൽ നാം സൗകര്യപൂർവ്വം വിസ്മരിച്ച കാവുകളെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലായി കാവ് സംരക്ഷണ സെമിനാർ. വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കോഴിക്കോടിന്റെ വികസനത്തെ ഇല്ലാതാക്കുന്ന നയങ്ങളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രദീപ് കുമാർ MLA. നഗരവികസനത്തോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് LDFന്റെ PWD ഓഫീസ് മാർച്ച്. PSCയുടെ പാഠ്യപദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലരും പഠനത്തിന് പ്രാധാന്യം നൽകുന്നതെന്ന് PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ. നാടിനൊപ്പം നന്മയോടൊപ്പം MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്രയ്ക്ക് ഫെബ്രുവരി 2 മുതലക്കുളം മൈതാനിയിൽ സമാപനം. വാർത്തകൾ വിശദമായി. കോഴിക്കോടിന്റെ വികസനത്തെ ഇല്ലാതാക്കുന്ന നയങ്ങളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രദീപ് കുമാർ MLA. നഗരവികസനത്തോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് LDF കോർപ്പറേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരവികസനത്തോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് LDF കോർപ്പറേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ വികസനത്തെ ഇല്ലാതാക്കുന്ന നയങ്ങളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ നൽകിയ വകയിൽ 34 കോടി രൂപ കുടിശ്ശികയായതിൽ 6 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. നഗരത്തിന്റെ അതിവേഗ വികസനം ലക്ഷ്യമാക്കിയുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. കോഴിക്കോട് 500 കിടക്കയുള്ള ESI ആശുപത്രി, കോഴിക്കോട് മോണോ റെയിൽ, മെഡിക്കൽ കോളേജ്, മലിനജല സംസ്കരണ സംവിധാനം, ബേപ്പൂർ തുറമുഖ നവീകരണം എന്നിവയും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇതിനെതിരെയാണ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ MKM കുട്ടി, ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, അസീസ് മണലൊടി, ജാനമ്മ കുഞ്ഞുണ്ണി, M മോഹനൻ, P ജലജ, PT രജനി, PK നാസർ എന്നിവർ സംബന്ധിച്ചു. നാടിനൊപ്പം നന്മയോടൊപ്പം സന്ദേശം ഉയർത്തിപ്പിടിച്ച് UDF സംഘടിപ്പിച്ച MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്രയ്ക്ക് ഫെബ്രുവരി 2 മുതലക്കുളം മൈതാനിയിൽ സമാപനമാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. UDFലെ പ്രമുഖ നേതാക്കളും സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്ന് UDF ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടിനൊപ്പം നന്മയോടൊപ്പം സന്ദേശം ഉയർത്തിപ്പിടിച്ച് UDF സംഘടിപ്പിച്ച MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്രയ്ക്ക് ഫെബ്രുവരി 2 സമാപനമാകും. മുതലക്കുളം മൈതാനിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, UDF കൺവീനർ PP തങ്കച്ചൻ, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ധനമന്ത്രി KM മാണി, സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ, കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി PT ജോസ്, കേരള കോൺഗ്രസ് J നേതാവ് ജോണി നെല്ലൂർ, CP ജോൺ, R ബാലകൃഷ്ണപിള്ള, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. യാത്രയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും ബുക്ക്ലെറ്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ സ്വപ്ന പദ്ധതികൾ വിശദീകരിക്കാൻ UDF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യാത്ര ജനുവരി 19 കൂരാച്ചുണ്ടിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. മലയോരത്തും ഗ്രാമപ്രദേശങ്ങളിലും തീരദേശത്തും നഗരത്തിലും ഉൾപ്പെടെ 31 പഞ്ചായത്തിലൂടെയും കോർപ്പറേഷൻ പരിധിയിലൂടെയും പര്യടനം നടത്തിയ യാത്ര 136 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കായലുകളെയും പുഴകളെയും തണ്ണീർത്തടങ്ങളെയും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ E കുഞ്ഞികൃഷ്ണൻ. പോലീസ് ക്ലബിൽ സംഘടിപ്പിച്ച കാവ് സംരക്ഷണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണ സമിതി 2012 മുതൽ നടത്തിവരുന്ന കാവ് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ സമിതിയും മാതൃഭൂമി സീഡും സംയുക്തമായി കാവ് സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു.
പോലീസ് ക്ലബിൽ നടന്ന പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാവുകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ കാവുകളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. അതിനായി മലകളെയും പുഴകളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കായൽ, തണ്ണീർത്തടങ്ങൾ എന്നിവ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മലകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാലാണ്. അതിനാൽ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനുഭവം തീർച്ചയായിട്ടും എന്നെ എത്തിക്കുന്നത് കാവുകളിലേക്കാണ്. അപ്പോൾ തിരിച്ചുമാവണം. കാവുകളിൽ നിന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലേക്കും പശ്ചിമഘട്ടത്തിലെ വനങ്ങൾ നമ്മൾ കാവുകളിലേക്കും എത്തിക്കുക എന്നൊരു പ്രതിഭാസമാണ്. പരിസ്ഥിതി സംരക്ഷണ സമിതി ചെയർമാൻ എ ശ്രീവത്സൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ സെന്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ജി പത്മ മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീജ പ്രബന്ധം അവതരിപ്പിച്ചു. കാവ് സംരക്ഷണ സമിതി പ്രസിഡന്റ് നാഗരത്നൻ, ഗോപികൃഷ്ണൻ, പി കെ ശശിധരൻ, എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലയിലെ കാവുകളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ സംവാദവും നടന്നു. കേരളക്കരയുടെ ദീപ്തസ്മരണയായ ചാവറയച്ചനെ അനുസ്മരിക്കാനായി ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചാവറയച്ചന്റെ ജീവിതത്തെ ആധാരമാക്കി നടന്ന സെമിനാറിൽ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കാക്കനാട് ചാവറ സ്റ്റഡി സെന്റർ ഡയറക്ടർ ഫാദർ തോമസ് പന്തപ്ലാക്കിൽ അധ്യക്ഷത വഹിച്ചു. ചാവറയച്ചൻ ഇന്ന് കേരളക്കരയുടെ ദീപ്തസ്മരണയാണ്. മൗലികമായ ചിന്ത കൊണ്ടും ദിവ്യമായ കർമ്മ നൈപുണ്യം കൊണ്ടും ആധുനിക കേരളത്തിന്റെ നവോത്ഥാന ശില്പികളിൽ ഒരാളായി അദ്ദേഹത്തെ പൊതുസമൂഹം നെഞ്ചേറ്റിയിരിക്കുന്നു. പൗരോഹിത്യത്തിന്റെ അർത്ഥതലങ്ങൾക്ക് ഭാവനാത്മകമായ പുനർനിർവചനം നൽകി നിത്യജീവിതത്തെ നിതാന്ത ജീവിതവുമായി സമന്വയിപ്പിച്ച പ്രതിഭാശാലിയായ ചാവറയച്ചനെ അനുസ്മരിക്കാനായി ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചാവറയച്ചന്റെ ജീവിതത്തെ ആധാരമാക്കി നടന്ന സെമിനാറിൽ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. PSCയുടെ പാഠ്യപദ്ധതിയിലുള്ളതുകൊണ്ടാണ് ഇന്ന് പലരും പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതെന്നും അല്ലാതെ പഠനത്തിലൂടെ മികച്ച രീതിയിൽ ഉയർന്നു വരിക എന്നുള്ളത് പലരും താല്പര്യപ്പെടുന്നില്ലെന്നും KS രാധാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ ഫിലോസഫി ഓഫ് ഓൾ ഇൻക്ലൂസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ആ ഫിലോസഫിയിൽ ഉപയോഗിക്കാവുന്ന മുഴുവൻ ഏതെങ്കിലും ഒരുത്തൻ അവൻ്റെ കഷ്ടകാലത്തിന് എന്നോട് ഞാൻ ഫിലോസഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർ വിൽ യു പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മെൻ ബൈ ദിസ് ഹെവൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവൻ പിന്നീട് സംശയം ചോദിക്കാത്ത വിധത്തിൽ അവനെ ഞാൻ ആക്കിയെടുക്കും. കാക്കനാട് ചാവറ സ്റ്റഡി സെന്റർ ഡയറക്ടർ ഫാദർ തോമസ് പന്തപ്ലാക്കിൽ അധ്യക്ഷത വഹിച്ചു. ദേവഗിരി CMI പബ്ലിക് സ്കൂൾ പ്രധാനാധ്യാപകൻ ഫാദർ ജോൺ മണ്ണാറത്തറ, സത്യദീപം എഡിറ്റർ ഡോക്ടർ പോൾ തേലക്കാട്ട്, M ഗോപിനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. സമൂഹത്തിലെ നിർധന വിഭാഗങ്ങൾക്കായി ഭവന നിർമ്മാണ ബോർഡ് ഗൃഹശ്രീ ഭവന പദ്ധതി ആവിഷ്കരിച്ചു. പാർപ്പിടം പൗരാവകാശം എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി എല്ലാവർക്കും വീട് എന്ന ആശയം പ്രാവർത്തികമാക്കാനാണ് ഗൃഹശ്രീ ഭവന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഭവന നിർമ്മാണ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗുണഭോക്താക്കൾക്കായി 5000 വീടുകളാണ് സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ ഭവന നിർമ്മാണ ബോർഡ് ഈ പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകുന്നത്. സ്വന്തമായി 2-3 സെന്റ് ഭൂമിയെങ്കിലും കൈവശമുള്ളവർക്കും ഭവനരഹിതരുമായ ദുർബല താഴ്ന്ന വരുമാനക്കാർക്കുമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PC മോഹനൻ പറഞ്ഞു. 4 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെയാണ് ഭവന നിർമ്മാണത്തിനായി ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ സ്വാതന്ത്ര്യവും ഉടമസ്ഥതയും വ്യക്തിക്ക് തന്നെയാണെങ്കിലും 15 വർഷം വരെ ഈ വീടുകൾ കൈമാറ്റം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ സാധിക്കില്ലെന്നും ഭവന നിർമ്മാണ ബോർഡ് അധികാരികൾ പറഞ്ഞു. അർഹതപ്പെട്ടവർക്ക് ഗൃഹശ്രീ ഭവന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാമെന്നും അവർ വ്യക്തമാക്കി. വാർത്തകളിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂടി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Gold and Diamonds.
വാർത്തകൾ തുടരുന്നു. ആൾ ഖബീല സാദാത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹുബ്ബു റസൂൽ സാദാത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ടവറിൽ സംഘടിപ്പിച്ച ചടങ്ങ് അക്സ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തിരുകുടുംബത്തിന്റെ സ്നേഹ റസൂൽ എന്ന ശീർഷകത്തിൽ ആൾ ഖബീല സാദാത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹുബ്ബു റസൂൽ സാദാത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടന്ന ചടങ്ങ് അക്സ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ലുക്മാനുൽ ഹക്കീം ഹൈദറുസി തങ്ങൾ, സയ്യിദ് മുസ്തഫ പൂക്കോയ തങ്ങൾ, സയ്യിദ് ഹാമീം ശിഹാബ് തങ്ങൾ, സയ്യിദ് മുല്ലക്കോയ തങ്ങൾ ആക്കോട്, ഇബ്രാഹിം ഹാദി തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശരീഅത്ത് ദർസ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ബുർദ പാരായണ മത്സരവും സംഘടിപ്പിച്ചു. സാധാരണക്കാരന് ലഭ്യമാക്കേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കുത്തകകളുടെ കൈകളിൽ പൂഴ്ത്തിവെക്കുന്നതിനെതിരെ SDPIയുടെ ബഹുജന മാർച്ച്. കോട്ടൂളി പൊറ്റമ്മൽ റിലയൻസ് ഗ്രൂപ്പിന് മുന്നിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന് ലഭ്യമാകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കുത്തകകളുടെ കൈകളിൽ പൂഴ്ത്തിവെക്കുന്നതിനെതിരെ SDPIയുടെ ആഭിമുഖ്യത്തിൽ കുത്തകകളുടെ ധാന്യപുരയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടൂളി പൊറ്റമ്മൽ റിലയൻസ് ഗ്രൂപ്പിന് മുന്നിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ കൊമ്മേരി അധ്യക്ഷത വഹിച്ചു. SDPI ജില്ലാ സെക്രട്ടറി നജീബ് അത്തോളി, STTU സംസ്ഥാന പ്രസിഡന്റ് A. വാസു, ചന്ദ്രൻ തൃക്കുന്നത്ത്, കരുണാകരൻ വൈദ്യർ, TKK ഫൈസി, ഇസ്മയിൽ കമ്മാന, റഷീദ് മായനാട് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ ഒത്തുകളി രാഷ്ട്രീയമാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. CPM-ഉം കോൺഗ്രസും എല്ലാ കാര്യങ്ങളിലും ഒത്തുകളിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സമ്മേളനം മുതലക്കുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പാർട്ടി പങ്ക് മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും കോടതി വിധിയോടെ പാർട്ടി പങ്ക് തെളിഞ്ഞെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ പറഞ്ഞു. മുതലക്കുളത്ത് BJP ലോക്സഭാ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒത്തുകളി രാഷ്ട്രീയമാണ് നടക്കുന്നത്. CPM-ഉം കോൺഗ്രസും എല്ലാ കാര്യങ്ങളിലും ഒത്തുകളിക്കുകയാണ്. 68 പേർ നിയമസഭയിൽ ഉണ്ടായിട്ടും ഭരണപക്ഷത്തെ എതിർക്കാൻ CPM-ന് കഴിഞ്ഞില്ല. 68 പേർ നിയമസഭയിൽ ഉണ്ടായിട്ടും ഭരണപക്ഷത്തെ എതിർക്കാൻ CPM-ന് കഴിഞ്ഞില്ല. രാപ്പകൽ സമരം മുതൽ പട്ടിണി സമരം വരെ കോൺഗ്രസുമായി ഒത്തുതീർന്നു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും 2 ജില്ലാ കമ്മിറ്റികളെയും ഏകോപിപ്പിച്ച് ഗൂഢാലോചന നടത്തിയ സംസ്ഥാന നേതാവിനെതിരെ അന്വേഷണമുണ്ടായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ, സെക്രട്ടറി VV രാജൻ, MC ശശീന്ദ്രൻ, TP സുരേഷ് എന്നിവർ സംബന്ധിച്ചു. കോൺഗ്രസ് BJP പാർട്ടികൾക്കെതിരെ മതേതര ശക്തികളുടെ കൂട്ടായ്മ ഉയർന്നുവരണമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ. അഴിമതിക്കും വർഗീയതയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി AIYF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യൂത്ത് അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനുവരി 30-ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് 66 വർഷം തികഞ്ഞു. ഇതിന്റെ ഭാഗമായി AIYF-ന്റെ നേതൃത്വത്തിൽ നവഭാരത സൃഷ്ടിക്കായി സമരോജ്വല യുവത്വം എന്ന മുദ്രാവാക്യമുയർത്തി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും യൂത്ത് അസംബ്ലി സംഘടിപ്പിച്ചു. വിലക്കയറ്റത്തിനും അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ AIYF നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് ഈ ക്യാമ്പയിൻ. കോഴിക്കോട് നടന്ന യൂത്ത് അസംബ്ലി CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് BJP പാർട്ടികൾക്കെതിരെ മതേതര ശക്തികളുടെ കൂട്ടായ്മ ഉണർന്നുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഭരണാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉള്ളവരും എടുക്കേണ്ടുന്ന, അവർ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മൂല്യങ്ങൾ, അവർ സംരക്ഷിക്കേണ്ടുന്ന ഈ നാടിനോടുള്ള പ്രതിബദ്ധത അത് കൈമോശം വരികയാണ്, നഷ്ടപ്പെടുത്തുകയാണ്. അഴിമതിയുടെ തുടർക്കഥകളാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. 2 UPA ഭരണം അധികാരമേറ്റെടുത്തതിനു ശേഷം 9 മന്ത്രിമാരാണ് അഴിമതിക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അഴിമതി മാത്രമല്ലല്ലോ, അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തും വശത്താക്കാം, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളിലും ഇടപെടാമെന്നുള്ള നിലപാടുകൾ ഈ രാജ്യത്തുണ്ടാവുകയല്ലേ. AIYF ജില്ലാ പ്രസിഡന്റ് അജയ് ആവള അധ്യക്ഷം വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ, M. നാരായണൻ, AK ചന്ദ്രൻ, സീമ രമേശ്, അഡ്വക്കേറ്റ് P. ഗവാസ്, KP ബിനോബ് തുടങ്ങിയവർ സംബന്ധിച്ചു. തന്മയത്വത്തോടെ പാട്ടുകൾ പാടാൻ പുതിയ ഗായകർ ശ്രമിക്കണമെന്ന് പ്രശസ്ത ഗായിക LR ഈശ്വരി. അവസരം വരുമ്പോൾ അഹങ്കാരം കാണിക്കരുതെന്നും അവർ ഓർമ്മപ്പെടുത്തി. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു LR ഈശ്വരി.
30 വർഷങ്ങൾക്കു ശേഷമാണ് LR ഈശ്വരി എന്ന അനുഗ്രഹീത ഗായിക കോഴിക്കോട്ടെത്തുന്നത്. മലയാളം ഏറെ വഴങ്ങാത്ത അവർ മലയാളത്തിലാണ് സംസാരം തുടങ്ങിയത്. മലയാളത്തിൽ പാടുന്നത് ഏറെ ഇഷ്ടമാണെന്നും ഏറെക്കാലമായി മലയാളത്തിൽ അവസരം ലഭിച്ചിട്ടില്ലെന്നും LR ഈശ്വരി പറഞ്ഞു. ഫാസ്റ്റ് നമ്പർ ഗാനങ്ങൾ പാടാൻ തനിക്ക് കൂടുതൽ കഴിവുണ്ട് എന്നതുകൊണ്ടാണ് അത്തരം ഗാനങ്ങൾ ഇന്നും തന്നെ തേടി വരുന്നതെന്നും അവർ വിശദീകരിച്ചു. അവസരം കൈവരുമ്പോൾ അഹങ്കാരം കാണിക്കുന്നവരാകരുത് പുതിയ പാട്ടുകാരെന്നും അവർ ഓർമ്മപ്പെടുത്തി. തന്റെ പഴയ അവിസ്മരണീയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് അവർ മുഖാമുഖത്തിൽ പങ്കെടുത്തത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ഉപഹാരം പ്രസിഡന്റ് കമാൽ വരദൂർ സമ്മാനിച്ചു. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. വ്യത്യസ്ത സംഭവങ്ങളിലായി കൊയിലാണ്ടിയിൽ കാറും ബൈക്കും തീവെച്ച് നശിപ്പിച്ചു. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ഇരു സംഭവത്തിലും കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊയിലാണ്ടിയിൽ വ്യത്യസ്ത സംഭവങ്ങളിലായി കാറും ബൈക്കും തീവെച്ച് നശിപ്പിച്ചു. പുളിയഞ്ചേരി തൈക്കണ്ടി രാജന്റെ കാർ വ്യാഴാഴ്ച പുലർച്ചെയാണ് അജ്ഞാതർ തീവെച്ച് നശിപ്പിച്ചത്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ റോഡിലേക്ക് തള്ളി ഇറക്കിയ ശേഷമാണ് തീ കൊടുത്തതെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. കാറിന്റെ മുൻഭാഗം കത്തിയിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥനാണ് രാജൻ. മറ്റൊരു സംഭവത്തിൽ അണേല കോലാമ്പറത്തുകണ്ടി ക്ഷേത്രത്തിനു സമീപം നടുക്കണ്ടി പുരുഷോത്തമന്റെ ബൈക്കും തീവെച്ച് നശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30 മണിയോടെയായിരുന്നു സംഭവം. മണ്ണെണ്ണ ഒഴിച്ചാണ് ബൈക്കിന് തീ കൊടുത്തത്. സംഭവത്തിനു മുമ്പ് സമീപ പ്രദേശങ്ങളിൽ വൈദ്യുതി ഇല്ലാതാക്കാൻ അണേല കൈരളിമുക്കിന് സമീപത്തെ ട്രാൻസ്ഫോർമറിന് അടിയിലുള്ള ഫ്യൂസുകളെല്ലാം ഊരിമാറ്റിയിരുന്നു. ഇരു സംഭവത്തിലും കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും രാജ്യാന്തര ഗാന്ധിയൻ പഠന ഗവേഷണ കേന്ദ്രവും നഗരത്തിൽ ഗാന്ധി സ്മൃതി സന്ദേശയാത്ര നടത്തി. കടപ്പുറത്ത് നിന്ന് ദീപശിഖയും വഹിച്ചുകൊണ്ടുള്ള റാലി നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. മഹാത്മജിയുടെ ധീരസ്മരണ പുതുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും അന്തർദേശീയ ഗാന്ധിയൻ പഠന ഗവേഷണ കേന്ദ്രവും നഗരത്തിൽ ഗാന്ധി സ്മൃതി സന്ദേശയാത്ര നടത്തി. കടപ്പുറത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് മുൻ മന്ത്രി M. കമലവും സ്വാതന്ത്ര്യസമര സേനാനി P. വാസുവും പുതുതലമുറയുടെ പ്രതിനിധികൾക്ക് കൈമാറിയ ദീപശിഖയും വഹിച്ചുള്ള റാലി നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ഗാന്ധിയൻ പഠന കേന്ദ്രം കോർഡിനേറ്റർ ബേപ്പു രാധാകൃഷ്ണനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴിയും സ്മൃതി ജ്യോതി ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന ഗാന്ധി അനുസ്മരണ പരിപാടി UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർ UT രാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ K. മൊയ്തു, PK മുരളീധരൻ, KK സഹീർ, P. ലോഹിതാക്ഷൻ, P. സുകുമാരൻ, EK കുട്ടി, PK രാംദാസ്, TT ജയദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് SUCI ജില്ലാ സെക്രട്ടറി A. ശേഖർ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയുക, പാചകവാതക വില വർധനവ് പിൻവലിക്കുക, ബാങ്കുകളിലൂടെയുള്ള സബ്സിഡി പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് SUCI ജില്ലാ സെക്രട്ടറി A. ശേഖർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK രാജൻ, PM ശ്രീകുമാർ, TJ ദീക്ഷൻ, BK പ്രകാശ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി.
ഈ വർഷത്തെ ഗാന്ധി ദർശൻ കലോത്സവത്തിന് സമാപനമായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഗാന്ധി ദർശൻ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കായാണ് വിവിധ മത്സരങ്ങൾ നടത്തിയത്. 12ഓളം ഇനങ്ങളിൽ 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗാന്ധി ദർശൻ കലോത്സവം 2014 സമാപനമായി. 29, 31 തീയതികളിലായി നടന്ന കലോത്സവത്തിൽ ചിത്രരചന, പ്രസംഗം, വായന, കൈയെഴുത്ത്, കഥ, കവിതാ രചന, പുസ്തക നിരൂപണം, അടിക്കുറിപ്പ് തയ്യാറാക്കൽ, പദ്യം ചൊല്ലൽ, വന്ദേമാതരം, രഘുപതി രാഘവ, ദേശഭക്തിഗാനം, കഥാപ്രസംഗം തുടങ്ങിയ ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. മത്സര ഇനങ്ങളിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗാന്ധി ദർശൻ അംഗങ്ങളാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങൾ സങ്കീർണമായി ഒത്തുചേരേണ്ട സിനിമ എന്ന പ്രയാസമേറിയ കലയെ ഉത്തരവാദിത്വത്തോടെ സമീപിച്ചയാളാണ് മാധവൻ നായർ എന്ന് ഫിയാഫ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ പറഞ്ഞു. ഇന്ത്യൻ ഫിലിം ചേംബറിന്റെ ലെജൻഡ് അവാർഡ് നേടിയ VP മാധവൻ നായർക്ക് SK സാംസ്കാരിക കേന്ദ്രത്തിൽ നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സിനിമാ നിർമ്മാണ, വിതരണ, പ്രദർശന വിഭാഗത്തിലെ സേവനങ്ങളെ പരിഗണിച്ച് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിന്റെ ലെജൻഡ് അവാർഡ് നേടിയ VP മാധവൻ നായർക്ക് SK സാംസ്കാരിക കേന്ദ്രം സ്വീകരണം നൽകി. ഫിയാഫ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ സങ്കീർണമായി ഒത്തുചേരേണ്ട സിനിമ എന്ന പ്രയാസമേറിയ കലയെ ഉത്തരവാദിത്വത്തോടെ സമീപിച്ചയാളാണ് മാധവൻ നായർ എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. SK സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് TP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് പണ്ഡിറ്റ്, കൌൺസിലർ K ശ്രീകുമാർ, സുമിത്ര ജയപ്രകാശ്, PMB പണിക്കർ, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടനോടുള്ള ആദരസൂചകമായി സംഘടിപ്പിക്കുന്ന 200ാം ജന്മദിനാഘോഷവും സ്മരണീക പ്രകാശനവും ഫെബ്രുവരി 4 മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കും. പരിപാടികൾ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവി സ്മരണീക പ്രകാശനം ചെയ്യും. സാംസ്കാരിക ഘോഷയാത്രയിലും അനുസ്മരണ സമ്മേളനത്തിലും പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. കൊടുവള്ളി മുസ്ലിം ഓർഫനേജ് വർഷം തോറും നടത്തിവരാറുള്ള വാർഷിക സന്ദർശന പരിപാടി ഫെബ്രുവരി 2 ഞായറാഴ്ച നടത്തും. രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ അഭ്യുദയകാംക്ഷികൾക്കും നാട്ടുകാർക്കും ഓർഫനേജിലെ കുട്ടികളെ സന്ദർശിക്കാം. ഉച്ചയ്ക്ക് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള ധനസഹായം, തയ്യൽ മെഷീൻ, വൊക്കേഷണൽ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിതരണം ചെയ്യും. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൾ സലാം പരിപാടികളിൽ പങ്കെടുക്കും. ഹയർ സെക്കൻഡറി വിജയോത്സവം 2014ന്റെ നഗരസഭാതല ഉദ്ഘാടനം കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പരിപാടി കൊയിലാണ്ടി നഗരസഭാ അധ്യക്ഷ K ശാന്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സത്യൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ചന്ദ്രൻ മാസ്റ്റർ, MG ബൽരാജ്, പ്രിൻസിപ്പൽ ബാബുരാജൻ മാസ്റ്റർ, ബീന ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് K ചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ കോൺഫിഡൻസ് ബിൽഡേഴ്സിന്റെ ക്ലാസും നടന്നു. കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക് സൊസൈറ്റിയുടെയും KMCT ഡെന്റൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ടിന്യൂയിങ് ഡെന്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തും. ഫെബ്രുവരി 2 അസ്മ ടവറിൽ നടക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ ആപ്പിക്കൽ പെരിഡോണ്ടിക്സ് ബയോളജിക്കൽ ബേസിസ് ഫോർ എൻഡോഡോണ്ടിക്സ് ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന വിഷയത്തിൽ ക്ലാസുകൾ നടക്കുമെന്നും KMCT ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കുഞ്ഞമ്മ തോമസ് പറഞ്ഞു. കൊയിലാണ്ടി നഗരസഭ ജനകീയാസൂത്രണം 2013-14 പകൽ വീട് അംഗൻവാടി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ഫെബ്രുവരി 1 ശനിയാഴ്ച പകൽ 3 മണിക്ക് കോമത്തുകര പാലക്കണ്ടിപ്പറമ്പിൽ K ദാസൻ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാധ്യക്ഷ K ശാന്ത അധ്യക്ഷത വഹിക്കും. നഗരസഭാ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ PK ബാലകൃഷ്ണൻ, K ശാന്ത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. ഫറോക്ക് ചന്ത താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള വനിതാ വ്യവസായ പരിശീലന കേന്ദ്രം പഞ്ചായത്ത് ബോർഡിൽ ചർച്ച ചെയ്യാതെയും ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെയും അക്ഷര കുടുംബശ്രീയുടെ പേരിൽ ദിവസേന 20 രൂപ വാടക നിശ്ചയിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വന്തക്കാരായ വ്യക്തിക്ക് ഹോട്ടൽ നടത്താൻ ഒത്താശ ചെയ്തു കൊടുത്ത ഫറോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് UDF ഫറോക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫറോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് നടത്തിയത്. പ്രതിപക്ഷ മെമ്പർമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ബോർഡ് മീറ്റിംഗ് ഇതേ തുടർന്ന് ബഹിഷ്കരിച്ചിരുന്നു.
സാമൂഹ്യവിരുദ്ധരുടെ കൈകളിൽ നിന്നും ഏറെ പാടുപെട്ടാണ് ഇപ്പോൾ വനിതാ വ്യവസായ പരിശീലന കേന്ദ്രം തിരിച്ചെടുത്തതെന്നും കുടുംബശ്രീ യൂണിറ്റുകളിലെ എല്ലാവരും തന്റെ സ്വന്തക്കാരെ പോലെയാണ് കാണുന്നതെന്നും അവരുടെ മേൽ അമിത വാടക അടിച്ചേൽപ്പിക്കുകയില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു പറഞ്ഞു. രാമനാട്ടുകരയിൽ നോളജ് പാർക്കിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ മുഴുവൻ നഷ്ടപരിഹാരം ലഭിക്കാതെ ഒരു പദ്ധതിയും ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2010 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ അന്നത്തെ വ്യവസായ മന്ത്രി എളമ്പരം കരീം ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്താണ് പദ്ധതി വിശദീകരിച്ച് പാക്കേജ് പ്രഖ്യാപിച്ചത്. രാമനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡുകളിൽ പദ്ധതി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. എന്നാൽ ഭൂ ഉടമകൾക്ക് ലഭിക്കാനുള്ള മുഴുവൻ തുകയും ലഭിക്കാതെ ഒരു പദ്ധതിയും ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസികളും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലും ഭരണതലത്തിലും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി പ്രവാസികളും പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. കേരള പ്രവാസി സംഘം ജയ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെമിനാറിൽ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ, സംസ്ഥാന പ്രവാസി കാര്യമന്ത്രി കെ.സി. ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് കേരള പ്രവാസി സംഘം പ്രസിഡന്റ് പി.ടി. കുഞ്ഞുമുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോടിന്റെ വികസനത്തെ ഇല്ലാതാക്കുന്ന നയങ്ങളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എ. പ്രദീപ് കുമാർ MLA. നഗരവികസനത്തോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് LDFന്റെ PWD ഓഫീസ് മാർച്ച്. PSCയുടെ പാഠ്യപദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലരും പഠനത്തിന് പ്രാധാന്യം നൽകുന്നതെന്ന് PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ. നാടിനൊപ്പം നന്മയോടൊപ്പം MK രാഘവൻ MPയുടെ വികസന സന്ദേശയാത്രയ്ക്ക് ഫെബ്രുവരി 2 മുതലക്കുളം മൈതാനിയിൽ സമാപനം. വാർത്തകളുടെ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.